മുടിയനെ പുതിയ ക്യാപ്റ്റനായതിനു ശേഷം ക്യാപ്റ്റനാണ് പവർ ടീമിനെ നിശ്ചയിക്കാനുള്ള അധികാരം. ഇപ്പോഴത്തെ അഭിഷേക് ശ്രീകുമാറും നോറയും റസ്മിനും എല്ലാം കൂടെ ചർച്ച ചെയ്യുകയാണ് പുതിയ പവർ ടീം എങ്ങനെയായിരിക്കണം. അപ്പോൾ അതിനകത്ത് ഭൂരിപക്ഷം വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. അഭിഷേക് ശ്രീകുമാർ നേരത്തെ തന്നെ പറഞ്ഞു, ഈ വീക്കായ മത്സരാർത്ഥികളെല്ലാം പവർ ടീമിലേക്ക് ഇടുക, എന്നിട്ട് സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥികളെല്ലാം കൂടെ മത്സരിക്കട്ടെ, അതിലാരെങ്കിലുമൊക്കെ പുറത്തു പോകുമല്ലോ എന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഇവരുടെ ചർച്ച അനുസരിച്ച് വരാനുള്ള സാധ്യതയുള്ളത് നോറ, റസ്മിൻ, അഭിഷേക് ശ്രീകുമാർ, പിന്നെ ശ്രീരേഖ, ശരണ്യ, നന്ദന, അൻഫിബ, ഇവരെല്ലാവരും പവർ ടീമിലേക്ക് ഇടണം എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. അങ്ങനെയായാലും സ്ട്രോങ് ആയ മത്സരാർത്ഥികളെല്ലാം ഫിജോ, പിന്നെ ജിൻഡോ, ഗബ്രി, ജാസ്മിൻ, അങ്ങനെ ബാക്കിയുള്ള സായി എന്ന് വേണ്ട സ്ട്രോങ് ആയ മത്സരാർത്ഥികളെല്ലാം പുറത്ത് പോകും. അർജുൻ, ശ്രീതു ഇവരെല്ലാം തന്നെ പുറത്തായിരിക്കും. അങ്ങനെയെങ്കിൽ അടുത്ത നോമിനേഷനിൽ ഇവരാരെങ്കിലുമൊക്കെ പുറത്തു പോകേണ്ട അവസ്ഥ ഉണ്ടാക്കിയേ എന്നുള്ളതാണ് ഇവരുടെ ഒരു സംഗതി. റസ്മിനും നോറയൊക്കെ ഉദ്ദേശിക്കുന്നത് ജിൻഡോ പുറത്തു പോകും എന്നുള്ള ഉദ്ദേശമാണ്. പക്ഷേ അത് നമുക്കറിയാമല്ലോ, അത് നടപ്പുള്ള കാര്യമല്ല എന്ന്. പക്ഷേ അങ്ങനെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാലും അതും കൊള്ളാം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, മുടിയൻ ഒരു പക്ഷേ പണി കിട്ടാൻ സാധ്യതയുണ്ട്. ക്യാപ്റ്റൻസി പോയി കഴിഞ്ഞാൽ മുടിയൻ പുറത്തായി പോവും. അത് ഏത് ടീമിലേക്ക് വരും എന്നുള്ളത് പിന്നെ ആശ്രയിച്ചിരിക്കും. ഏതായാലും മുടിയന് 8ൻ്റെ പണിയാണ് കിട്ടാൻ പോകുന്നത് എന്ന് നമ്മൾ കണ്ടറിയണം. ഏതായാലും മുടിയനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുക, അതിനനുസരിച്ച് നീങ്ങുന്ന ഒരു രീതിയാണ്.